നാളെ ഒരു ചെറിയ ബിരിയാണി പണിയുണ്ട്. ഒത്തിരി ഒന്നുമില്ല, ഒരു 50 പേർക്ക് ഉള്ള ഐറ്റമേ ഉള്ളൂ. മഴയാണെങ്കിൽ പണിയെല്ലാം പാടും. എത്ര വേണ? ഓ വേറെ വേണ്ട, ഗ്യാസ് വേറെ. നമുക്കിപ്പം നമ്മൾ ഒത്തിരി ബിരിയാണിയൊക്കെ ചെയ്തായിരുന്നു. അപ്പം പിന്നെ എപ്പോഴും ബിരിയാണി കാണിക്കട്ടല്ലോ. ഇപ്പം ഈ സാധനമൊക്കെ എടുത്തോണ്ടെന്ന് മോനെ ഒരു നിർബന്ധം. ഇപ്പോൾ നമ്മളിതെല്ലാം വാടകയ്ക്ക് എടുക്കുന്നതാണ്. പിന്നെ വേറെ ആരുണ്ട്, ഇപ്പം 2 ദിവസമായിട്ട് ഉച്ച കഴിയുമ്പോൾ മഴയാണെങ്കിൽ അകത്ത് അവിടോട്ട് ചെയ്യാം, മഴയില്ലെങ്കിൽ നമുക്ക് ഇവിടോട്ട് ചെയ്യാം. എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, 1 മാസം ആയില്ല. അപ്പോൾ ഇത് വേറൊരാളെ പറമ്പ് ഇവിടെ കാണാനിട്ട് ചെയ്യാം. നമ്മൾ 2-3 പ്രാവശ്യം പുട്ടൊക്കെ ഇവിടെയൊക്കെ ഇട്ടാണ് ചെയ്ത്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയാണ്, ഏതായാലും വെള്ളമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. ഇനി നമുക്ക് പാത്രമൊക്കെ കൊണ്ടുവന്നു. 50 പേർക്കുള്ള ചിക്കൻ ബിരിയാണിയാണ്. ഇനി കോഴി എടുക്കാൻ പോകണം, അത് വേറെ സ്ഥലത്താണ്. പാത്രമൊക്കെ എടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇനി ഞാൻ ഇപ്പോൾ കോഴി എടുക്കാൻ പോവാണ്. കോഴിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് പണി തുടങ്ങാനായിട്ട്. സവാള സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം അരിഞ്ഞ് വരക്കിയൊക്കെ വെക്കണം. പിന്നെ ഇത് വേറെ ആയിട്ട്, ഇത് നമ്മളത് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്, അല്ലാതെ ഇത് വലിയ സംഭവമൊന്നുമല്ല. ചുമ്മാ ഒരു നേരം പോക്കും, ഒരു ടൈം പാസ്. ഓക്കെ ശമ്പള വേണ്ടൊക്കെ ഇട്ടു. എന്നാ എടുക്കുക? സാമ്പാറൊക്കെ ഇന്ന് സാമ്പാറാണ്. വാ അത് സാമ്പാർ വെക്കാൻ പോവാത്. കാല് കറക്റ്റ് സൂക്ഷിച്ചില്ലെങ്കിൽ ശമ്പള ഇതിലേക്കൂടെയൊക്കെ സ്ഥിരമായിട്ട് കയറി ഇറങ്ങുകയാണെങ്കിൽ ശമ്പള താഴെ വീഴും. അല്ലേ ശമ്പള? സാമ്പാർ വെക്കാനേ എന്താ ഉള്ളത്? മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, കിഴങ്ങ്, സവോള, തക്കാളി, ഇത്രയും കൊണ്ടൊരു സാമ്പാർ, തക്കാളി, പരിപ്പ്. ഇതെല്ലാം മല്ലിയിലയും പുതിനയൊക്കെ ഇരിപ്പുണ്ട്. ഇത്തിരി മല്ലിയിലയൊക്കെ അങ്ങോട്ട് ഇട്ടേക്കണം കേട്ടോ. സവോള ഇരിപ്പുണ്ട്. നമുക്ക് ബിരിയാണിക്കുള്ള ഐറ്റങ്ങളൊക്കെ ഇതൊന്നും അഴിച്ചു പോലും വെച്ചില്ലേ. ബിരിയാണിക്കുള്ള ഐറ്റം ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി. ഇത് നമുക്ക് ബിരിയാണിക്കുള്ളതാണ്, അത് കുറച്ചങ്ങ് എടുത്ത്. സാധാരണ സാമ്പാറൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് നമ്മളൊരു സാമ്പാർ ചെയ്തായിരുന്നു. ചെറിയൊരു സാമ്പാറായിട്ട് ഒരു വീട്ടിൽ എങ്ങനെ ഇതുപോലെ ഒരു 3-4 കഷ്ണമുള്ള വെച്ചൊരു സാമ്പാർ വെച്ച് പരിപ്പ് വെച്ച് അല്ലേ. ഈ പുരയ്ക്കായില്ലേ ഇവിടുത്തെ താഴത്തെ മനുവിന് അവിടെ ഉണ്ടായതാ, അവിടുത്തെ പറമ്പിൽ എനിക്ക് തന്നതാ. ഇന്നലെ ഈയിടെ ചാറ് വെച്ച ബാക്കി ഇരുന്ന ഒരു മുരയ്ക്കാകൊണ്ടും 2-3 വെണ്ടയ്ക്കാകൊണ്ടും ഒക്കെ ഒരു ചെറിയൊരു സാമ്പാർ. അത് മതി അല്ലേ, ഒരുപാടൊന്നും വേണ്ട. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളത് കൊണ്ടൊരു സാമ്പാർ ചെയ്യാം അല്ലേ. നീ ഒരു കാര്യം ചെയ്യും, നീ ഈ സാമ്പാറൊക്കെ വെക്കാം, ഞാൻ പോയി കോഴിയൊക്കെ എടുത്തുണ്ട് കേട്ടോ. അവിടെ കോഴി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, അത് വെട്ടിപ്പറിച്ച് എടുക്കാനുള്ള സമയം എടുക്കും. ഫിറോസ് കൂടെ എന്നാൽ മതി, ഞാൻ കോഴിയും കൊണ്ട് വരുന്ന കാണിച്ചാൽ മതി. അല്ല പെട്ടെന്ന് എടുക്കുന്നില്ലേ, പോട്ട് വേണ്ടേ. ബായ്. അപ്പം ഞാൻ ചിക്കനൊക്കെ രാവിലെ പോയി മേടിച്ചിട്ട് വന്ന് വെള്ളത്തിൽ ഇട്ടിക്കുക, നല്ലപോലെ കഴുകി അതിൻ്റെ ആ കോഴിയുടെ ഇതിൻ്റെ ഉളുമ്പ് വേണം, അതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് കൊട്ടയൊക്കെ കഴുകി വെക്കണം, അതിൻ്റെ അകത്തിട്ട് ഇടണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. പാചകം ചെയ്യുന്നവരല്ലേ. കാര്യം ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇവിടെ കോട്ടയംകാരാരട്ടെ നേരത്തെ വാടകയ്ക്ക് താമസിച്ചത്, അവർ താമസം കഴിഞ്ഞ പിന്നെ അടച്ചങ്ങ് ഇട്ടിരിക്കുകയായിരുന്നു. താഴെ അവർ താമസിക്കുന്നത് വല്ലപ്പോഴും കയറി അവർ നോക്കും, പക്ഷേ അത് ഇവിടെ ഒന്നും നോക്കണ്ടല്ലോ, ഇതൊക്കെ വേറെ വല്ല പറമ്പ് നമ്മളിവിടെ ഇത് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇത് ആ വീട്ടുകാരുടെ അല്ല, ഇത് വേറെ ഒരാളുടെ സ്ഥലമാണ്. ഏതായാലും നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ. മഴയില്ലെങ്കിൽ നമുക്കിവിടെ ചെയ്യാം, മഴയാണെങ്കിൽ നമുക്ക് ഗ്യാസിൽ അവിടെ അകത്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ വിറകടുപ്പിലൊക്കെ ആണല്ലോ ഇത് ചിക്കൻ ബിരിയാണിയൊക്കെ ചെയ്താൽ ശരിയാകത്തുള്ളൂ. ശകലമൊക്കെ നമ്മൾ വീട്ടിൻ്റെ അകത്തൊക്കെ ചെയ്യാം.
അതുപോലല്ല ഇത് നമുക്ക് വീട്ടിലേക്ക് എത്തും പുറത്ത് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പുറത്താകുമ്പോഴത്തേക്ക് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്താലേ ശരിയാകത്തുള്ളൂ. നല്ലപോലെ കഴുകിയെടുക്കണം. തൈരൊക്കെ ഇട്ട് ഒഴിച്ച് അങ്ങനെ കഴുകുക. ഇത് ഈ ചോരമായൊക്കെ മാറണം, അതിൻ്റെ ഉളുമ്പും എല്ലാം മാറി വൃത്തിയാക്കി എടുക്കണം. എത്ര കഴുകുന്നോ അത്ര നല്ലതാണ്. നമുക്കൊരു 8 കിലോ അരിക്കുള്ള ബിരിയാണിയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരെണ്ണത്തിൻ്റെ അകത്ത് വെള്ളം കയറ്റുക, ഒരെണ്ണത്തിൻ്റെ അകത്ത് നമ്മൾ ചിക്കൻ ഇതിൻ്റെ അകത്ത് വറുത്ത് ഇതുപോലെ ചെറിയ ഉരുളിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുക. ഇത് 10-20 കിലോ അരി കൊള്ളുന്ന ഒരു ചെമ്പാണ്. ഇപ്പം ഇവിടെയൊക്കെ ഓരോ സ്ഥലത്തും ഈ തേച്ചാണല്ലോ, കുട്ടകം പോലത്തെ ഇങ്ങനെയൊക്കെ അതിട്ട് ചെയ്യാം. അപ്പം നല്ല ചൂടാണ് അത്. ജസ്റ്റ് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെമ്പെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനത്തെ ചെമ്പിൻ്റെ അകത്താണ് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ചെയ്യുന്നത്. ഇവിടെ മറ്റേ അത് ആ സൈസ് ഇങ്ങനെ കുട്ടകം പോലത്തെ ഇല്ല, അത് ഇവിടെ എങ്ങും ഇല്ല, ഈ ഭാഗത്തേ ഇല്ല. എല്ലാവർക്കും ചെമ്പും ഇതുപോലെ ഉരുളികളും വാർപ്പുകളും ആ രീതിയിലുള്ളതൊക്കെ. പിന്നെ ബേസനൊക്കെ, വിളമ്പാനുള്ള ബേസന്, അരിഞ്ഞ് പറക്കാനുള്ള പാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുക്കണം. ആദ്യമേ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ള അല്ലേ. അപ്പോൾ ഇത് വെള്ളം നിറയുമ്പോഴത്തേക്കും ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ വൃത്തിയാക്കി ഇട്ടാലേ മഴ വന്നാൽ നമ്മളിതെല്ലാം പോകും. മഴയത്ത് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ വേണ്ട, ഇതിപ്പം നമ്മളെ ആരെയല്ല, ആ ഉടമസ്ഥ അവരുടെയോ അല്ല. ഇത് ഈ സ്ഥലം വേറെ ആരുണ്ടേ. ഇങ്ങനെ ഒത്തിരി അവിടെ എല്ലാം മേടിച്ചിട്ടിട്ടുണ്ട് ഓരോരുത്തർ. 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ ഇങ്ങനെ ഫ്ലോട്ടുകളായിട്ട് ഇങ്ങനെ മേടിച്ചിട്ടിരിക്കുക. ഒരു വീടേ വന്നിട്ടുള്ളൂ. ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ വിൽക്കാനൊക്കെ. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് കഴുകി അത് കിടക്കട്ടെ. നമുക്ക് ഈ ചെമ്പിനകത്ത് കുറച്ച് വെള്ളം കൂടെ പിടിച്ചിട്ട് ഇതിനകത്തോട്ട് വാരി. ഈ ചെമ്പിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചട്ടത്തിനൊക്കെ ഇളക്കുമ്പോൾ ചിലപ്പം ചില സൈഡൊക്കെ ചിലപ്പം ചെറുതായിട്ട് പൊടി പോലെ ഇളകി വരും. നമ്മൾ കൈയിട്ട് തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കകത്ത് കയറും. അതുകൊണ്ട് കൈയിട്ട് ഇങ്ങനെ തൂക്കാതിരിക്കുക. തൂത്ത് കാര്യം എന്നാ ഞാൻ പറയാൻ കാര്യം നമുക്ക് അങ്ങനെ അനുഭവമുണ്ട്. ഇത് ചെറിയ ചീല ചിലപ്പം ഒരു പക്ഷേ എന്നാ ഈ ഇരുമ്പ് ചട്ടത്തിനൊക്കെ ഇളക്കുമ്പോഴേ അതാറ് കുഴപ്പമില്ല. ചിലപ്പം ചില ഈ ചെമ്പിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചൊക്കെ ചിലപ്പം അങ്ങനെ വരാറുണ്ട്. ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ചിലപ്പം ഇളകിയിരിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ നല്ല ഏറ്റവും ചെമ്പിളൊക്കെയാണ്. നമുക്ക് ഈ ചിക്കനെ എടുത്ത് വാരി ഇതിൻ്റെ അകത്ത് വിടണം. 1000 പേരൊക്കെ ബിരിയാണി പണി എന്നൊക്കെ പറയും. ബിരിയാണി പണി എന്നല്ല, ഈ ഡിന്നറായാലും അത് ഇറച്ചി മീനും ഒക്കെ നല്ല അധ്വാനമുണ്ട് അതിന്. എന്നാൽ മാത്രം അത് ടേബിളിൽ ഇരിക്കുമ്പോൾ അതറിയത്തില്ല. പക്ഷേ അതിൻ്റെ പുറയിൽ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് പേരെ കഷ്ടപ്പാടുണ്ട്. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ സമയത്തിന്, കാര്യം ഇപ്പോൾ സമയബന്ധമായിട്ടൊക്കെ ചെയ്യുകയെന്നൊക്കെ പറയത്തില്ല, അതേപോലെ സമയത്ത് അത് ചെയ്ത് തീർക്കണം. അത്രയേറെ പണിയാണ്. പ്രത്യേകിച്ച് ഈ ഫംഗ്ഷൻ്റെ അന്ന് രാവിലെ തിരക്കാം, ഭ്രാന്ത് പിടിക്കുക, അതേ രീതിയിലുള്ള പണിയാണ്. അപ്പോൾ പിന്നണിയിലുള്ള ആ കഷ്ടപ്പാടിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് ഇതുപോലത്തെ ഈ ബിരിയാണി അല്ല ഡിന്നറും ഒക്കെ ചെയ്തതിന്. അങ്ങനെ ഓർത്ത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് വാരി ഇങ്ങോട്ടിടാം. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ഒരുപാട് ചെയ്താൽ ഞാനത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യം നമ്മളതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഈ ബിരിയാണിയുടെ ആ ഒരു രീതിയൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത്തിരി ചെറുനാരങ്ങ അവിടെ പിഴിഞ്ഞ് ഒഴിക്കണം. എന്നിട്ട് ഒരു കഴിവൂടെ ഞാൻ കഴുകും. ഇതാണ് എത്ര കഴിയാലും ഇതുപോലെ ഇത് കണ്ട് ഇതുപോലെ ഇതിൻ്റെ രോമം അല്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെള്ളം നിറച്ചിടുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ തന്നെ അത് മേളിലോട്ട് പൊങ്ങി വരും. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ ഇതിപ്പോൾ ഞാൻ കുറേ പ്രാവശ്യമായി കഴുകി തുടങ്ങിയിട്ട്. നമ്മൾ നല്ലപോലെ കഴുകി ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വാരി ഇടുകയാണ്. ഇപ്പോൾ ഇതേപോലെ വൃത്തിയായി. പീസ് കണ്ടോ, ബിരിയാണിക്ക് പീസ് കിട്ടുന്നുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ പീസ് വെട്ടുന്നത്. അതായത് ഇപ്പോൾ ഒരു കോഴി മേടിച്ചാൽ ഒരു ബിരിയാണി പീസ് വെട്ടാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഉണ്ടല്ലോ വലിയ പീസൊക്കെ വെട്ടും. കാര്യം അവർക്ക് പെട്ടെന്ന് വെട്ടിയൊക്കെ തന്ന് വിട്ടാച്ചാൽ മതി. പക്ഷെ അങ്ങനല്ല. ഒരു കോഴി ഏകദേശം നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോ അടുത്തൊക്കെ ഉള്ള തൂക്കമുള്ളൊരു കോഴി
നമുക്കൊരു 18 പീസ് 20 പീസൊക്കെ വെച്ച് വെട്ടാം ഒരു കോഴിക്ക്. അപ്പോൾ ആ കണക്കിലൊക്കെയാണ് നമ്മൾ കോഴിക്ക് മേടിക്കുന്നത്. ഒരു ഏകദേശം 2 കിലോ അടുത്തുള്ള ഒരു കോഴി ആ പീസ് വെച്ച് കിട്ടും. അപ്പം നമ്മൾ ഈ കോഴിക്കടയ്ക്കെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം പെട്ടെന്ന് അപ്പോൾ വലിയ പീസാകും. അത് വേണ്ട. ഇതേപോലെ നമുക്ക് ഇപ്പം അറിയാമല്ലോ, ഇതേപോലത്തെ പീസൊക്കെ ആകുമ്പോഴത്തേക്കും ഒരാൾക്ക് ഒരു 2 പീസ് വെച്ച് ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അപ്പോൾ നമ്മൾ ഈ ചെമ്പിൻ്റെ അകത്തിട്ട് നമ്മളൊരു ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകിയ അതിൻ്റെ അകത്ത് ഓടുടങ്ങും. അതിൻ്റെ അകത്തോട് അങ്ങോട്ട് കിടക്കട്ടെ. ഇതെന്തിനാണെന്നറിയാം, നമ്മൾ ഈ ചിക്കന് ഒരു ഉളുപ്പുണ്ടല്ലോ, ആ ഉളുപ്പൊന്ന് മാറാനായിട്ടാണ് ഞാൻ ഈ ചെറുനാരങ്ങായി ഇങ്ങനെയൊക്കെ ഒന്ന് ഇളക്കി. നമ്മൾ എത്ര കഴുകിയാലും അറിയുമല്ലോ ചോര പോകാൻ പോലെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ചെറുതായിട്ട് 1-2 ഒക്കെ പിഴിഞ്ഞാൽ ഒഴിക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ കഴുകി കൊട്ടക്കകത്തിട്ട് വേണം കേട്ടോ. അപ്പോഴത്തേക്ക് ആ ഉളുപ്പെല്ലാം അങ്ങ് മാറില്ല. അപ്പം നമുക്ക് ഇത്ര നേരം കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. ഇച്ചിരി നാരങ്ങ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് അതായത് അമ്മയും മോളും എല്ലാം നിൽപ്പുണ്ട്. ഹായ് ഹായ് ഒരു ഹായ് വെച്ച് ഹായ്. നാരങ്ങ വെള്ളം അത് ഉപ്പും മധുരം ഒന്നും ഇല്ലാത്ത നാരങ്ങ വെള്ളം പിഴിഞ്ഞതാണ്. വേണോ? പിള്ളേർക്ക് വേണോടാ? ഇട്ടിട്ടില്ല. അത്തി കുടിച്ചോട്ടെ. അല്ല, നമ്മൾ ആ ഓസിട്ട് പിടിക്കാൻ പോകും. വെള്ളം പിടിക്കും. ഇച്ചിരി നാരങ്ങ വെള്ളതേ മഴ കണ്ടത്. മഴ വരാൻ പോകും. എന്നാ ഞാൻ പറഞ്ഞില്ലേ, മഴ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. മഴയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ നാരങ്ങ വെള്ളത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്നാന്നറിയോ, ഇതിനകത്ത് ഉപ്പും ഇല്ല മധുരവും ഇല്ല. എനിക്കങ്ങനെയാണ് കുടിക്കുന്നത് ഇഷ്ടം. ഇങ്ങനെ കുടിച്ചാൽ എനിക്ക് ദാഹം മാറും. ഉപ്പും മധുരം ഇല്ലാതെ ഒന്ന് കുടിച്ചു നോക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ മറ്റുള്ള വശങ്ങളൊന്നും അറിയത്തില്ല. ഇത് ഇങ്ങനെ ഞാൻ കുടിക്കാറുണ്ട്. അപ്പം നമുക്ക് കൊട്ടയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. തുള്ളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാനേ ഇതൊന്ന് വൃത്തിയാക്കട്ടെ. അപ്പം നമ്മൾ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്നുകൂടെ ഒന്ന് കഴുകി നമുക്ക് കൊട്ടക്കകത്തോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അവിടെ വെള്ളമൊക്കെ ആട്ടെ. ഓ ഇതുണ്ട ചെറുനാരങ്ങ ഇട്ട് പിഴിഞ്ഞ് ഉളുമ്പട്ടോ നോക്കിയോണേ. നോക്കി ഉണ്ടോ? വൃത്തിയായ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചിക്കൻ കഴുകിയാൽ നമ്മൾ മണപ്പിച്ച് നോക്കും. ഉണ്ടോ? ഇല്ല ഉണ്ടോ? ഇനി നമുക്ക് ചിക്കനെല്ലാം കൂടെ പിറക്കി കൊട്ടക്കകത്തിട്ടുണ്ടോ വെള്ളം പാലാനായിട്ട് കേട്ടോ. ഇവിടെ നിന്ന് കണ്ടോണേ. പറഞ്ഞു തരണം കേട്ടോ. പറഞ്ഞു തരുമോ? ഒരു ഉമ്മ തരാമോ? ഒരു ചെറിയ ഉമ്മ. എന്നാത്താ എന്നാ പിന്നെ ഒരു ഉമ്മ മേടിച്ചിട്ട് അങ്ങ് തുടങ്ങാം അല്ലേ? എന്നാ ഉമ്മയാ? ചക്കര ഉമ്മയാന്നോ? എന്നാ അത്തിയാണ്ട ചിക്കനൊക്കെ വാരി അങ്ങോട്ട് ഇടട്ടെ. അങ്ങ് പറഞ്ഞു തരണേ വല്ലതേ. അറിയാൻ വേണമെങ്കിൽ പറഞ്ഞു തരുമോ? ഇനി അങ്ങോട്ട് വാരി ഇടട്ടെ. അപ്പോൾ കുറച്ച് സമയത്ത് ഒരു പ്രയത്നമായിരുന്നു. ചിക്കൻ കഴുകി എല്ലാം കഴുകി വൃത്തിയാക്കി ഉളുമ്പെല്ലാം മാറി. ഇനി നമുക്ക് ഈ കൊട്ടക്കകത്തോട്ട് വാരി വെക്കാം. എന്നിട്ട് ഉളുമ്പെല്ലാം ഒന്ന് പോട്ടെ. കൊട്ടയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചതിന് ശേഷം ചെറുനാരങ്ങ മോനെ കീരിയൊക്കെ ഉണ്ടായിരുന്നോടാ? കീരി എന്തി കീരി പോന്നു. അതെ കീരിയേ കണ്ടോ കണ്ടോ? അവിടെ കണ്ടാ കാടിനകത്ത് കീരിയുണ്ട്. കീരിയെ വിളിച്ചേ. പിന്നെ വീടല്ലേ അത്തി കോഴി ചിക്കനൊക്കെ വാരിയേ ഇതിനകത്തോട്ട് ഇടട്ടെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഒന്ന് വാരിയണം. വരിഞ്ഞിട്ട് വേണം ഇച്ചിരി മസാലയൊക്കെ പുരട്ടി അങ്ങോട്ട് വെക്കണം. കുറച്ച് സമയമായി. ഇനി ഇത് ഇങ്ങനെ എടുത്ത് ഞാൻ ചെമ്പിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കുഴഞ്ഞിടുക.
എന്നിട്ട് മസാലയൊക്കെ കൊണ്ട് പുരട്ടി വെക്കുക. അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഉണ്ട് ചിക്കൻ്റെ മസാലയൊക്കെ പുരട്ടുന്ന എല്ലാവർക്കും അറിയാമല്ലോ, വിശദമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വേറെയാണ്, നമ്മളിവിടെ താമസത്തിന് വന്നപ്പം ആദ്യമായിട്ട് കിട്ടിയ ഒരു പരിപാടിയാണ് ഇങ്ങനത്തെ ഒരു ബിരിയാണി പണി. അപ്പോൾ നമ്മളിത് കുടഞ്ഞങ്ങോട്ട് ഇടാം. നമ്മൾ 18 കിലോ കോഴിയാണ് ഇതിന് വേണ്ടി കരുതുക. 18 കിലോ എന്ന് പറഞ്ഞാൽ ഇറച്ചിയായിട്ടല്ല, 18 കിലോ തൂക്കമുള്ള കോഴി, എന്നിട്ടത് വൃത്തിയാക്കി പീസാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള മുളക് പൊടിയൊക്കെ കുറച്ച് മുളക് പൊടി ഇടുക. ഇതുപോലെ കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, 2-3 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. ഈ മഞ്ഞൾപ്പൊടി കൂടുതൽ നിന്നാൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ സാധാരണ നമ്മൾ ഇതുപോലത്തെയൊക്കെ പരിപാടിക്കെന്ന് പറഞ്ഞാൽ സ്പൂണളവൊന്നുമില്ല, ഒരു കൈയുടെ ഒരു ഇതുണ്ട്, ആ കൈയുടെ പാകൻ അങ്ങ് ഇടുക എന്നുള്ളൂ. ഇത് ചിലപ്പോൾ ഞാൻ ഇതുപോലൊക്കെ അങ്ങോട്ട് ഇടും. ഇതേപോലെ ഇത് മസാലപ്പൊടിയാണ്, കുറച്ച് മസാലപ്പൊടി ഇതുപോലെ. നമ്മൾ ഉപ്പ് പൊടി ഇതേപോലെ ഞാൻ കേട്ടോ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ കുറച്ച് വാരി അങ്ങോട്ട് ഇടുക എന്നും പറഞ്ഞാൽ ഇത് അങ്ങനെ വാരി ഇടുകയല്ല, നമുക്കൊരു കൈക്കൊരു പറഞ്ഞല്ലോ, നമ്മളത് ചെയ്ത് വരുന്നുണ്ട്. എല്ലാ പാചകക്കാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്കൊക്കെ ഈ സ്പൂൺ അളവൊന്നുമില്ല. നമ്മൾ പാചകത്തിൻ്റെ ഈ പരിപാടിയൊക്കെ കാണിക്കുമ്പോഴാണ് അര ടീസ്പൂണ് അല്ല വലിയ സ്പൂൺ അങ്ങനത്തെയൊക്കെ പറയുന്നത്. നമുക്കിത് കൈക്കൊരു പാങ്ങണ്ട, ആ പാങ്ങനെ അങ്ങോട്ട് ഇടുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ചട്ടുകത്തിന് ഇളക്കുക, അല്ല കൈ ഇളക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കൈക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊണ്ടുപോകും. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടും. അത് സമയത്ത് നമ്മൾ വറക്കാതാണെങ്കിലും ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇതിപ്പോൾ നമ്മളിപ്പം മഞ്ഞൾപ്പൊടി, ഉപ്പും, ലേശം മുളക് പൊടി, ഇച്ചിരി മസാലപ്പൊടി മാത്രം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചക്കാണേലും ഇങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം ഗ്രേവി റെഡിയാക്കിയിട്ട് ഗ്രേവിക്കകത്തോട്ട് ഇട്ട് വേവിച്ചെടുത്താലും മതി. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇനി വരെ ഇരുന്നിരിക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് വാർത്തെടുക്കാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇതെല്ലാം ഇരിക്കൊണ്ട് അകത്ത് പോകാം. നമ്മളെ ചിക്കനൊക്കെ എടുത്ത് മൂടി വെച്ചില്ല, കാക്ക അടിച്ചിട്ട് പോകത്തില്ല. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഏകദേശം 1 മണിക്കൂർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ ശേഷം അതൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഇത് പതുക്കെ ഞാൻ അകത്തോട്ട് കൊണ്ടുപോട്ടെ. മഴ പെയ്യാക്കിയല്ലേ പ്രസേ, മൂടി വയ്ക്കുക. മഴ വരികയാണെങ്കിൽ ഇതെല്ലാം പറക്കി അകത്തോട്ട് വെക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ പതുക്കെ അകത്തോട്ട് കയറാം. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ പണി എപ്പം കിട്ടിയത് ചോദിച്ചാൽ മതി. രക്ഷപ്പെട്ട് അടുക്കളയൊക്കെ സാമ്പാറൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്നു. പരിപ്പിട്ടായിരുന്നു. സാമ്പാർ അടിപൊളി സാമ്പാറാണ്. വേണ്ട, ഒരുപാട് കഷ്ണമൊന്നും വേണ്ട, ഇങ്ങനൊക്കെ മതിയല്ലേ. ആര് ബിരിയാണി വെച്ചിട്ടുണ്ട്, ഞാൻ മസാല വരട്ടി. സാറില്ല, ഇങ്ങനെ വെച്ചാൽ മതി. അതാകുമ്പോൾ കൈ കൊള്ളത്തില്ല. പക്ഷേ ഇങ്ങനെ ബാർക്കുമ്പോൾ കൈ കൊള്ളത്തില്ല. ഇത് കുഴപ്പമില്ല. ഇങ്ങനെ ഇത് നിർത്തിയാക്കട്ടെ. എല്ലാം ചേർത്തേ, കായപ്പൊടിയൊക്കെ ചേർത്തേ. സാമ്പാർ പൊടി ഇട്ടാൽ ഇച്ചിരി കായപ്പൊടി കൂടെ ഇച്ചിരി ഇച്ചിരി മലയാളം കൂടെ ഇടാൻ പറ്റാതെ. ഇച്ചിരി മലയാളം ഉള്ളു. അപ്പം നല്ല സാമ്പാർ മാത്രം. സാമ്പാറും അച്ചാറും പപ്പടം. പപ്പടം ചുവന്നു പോയോ? ആധാരം അല്ലേ? കുഞ്ഞിടയ്ക്ക് വന്നപ്പോഴത്തേക്കേ ഉണ്ടം തെറ്റിപ്പോ അല്ലേ? ഇന്നലത്തെ മീൻകറി, ഇന്നലത്തെ മീൻചാറ് മതി. കഷ്ണമില്ല, ഇന്നലെ തന്നെ കഷ്ണം തീർന്നു. നമ്മൾ ഇന്നലെ തേങ്ങ വറുത്തരച്ച അയലക്കറി, അടിപൊളി കറിയായിരുന്നു അല്ലേ? വേണ്ട, ഇനി ചൂടാക്കണ്ട. വേണ്ട. മീൻകറി ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണത്തിനൊക്കെ നമ്മൾ തലേന്ന് മീൻകറി വെക്കത്തില്ലേ, പിറ്റേന്ന് അതെടുത്ത് കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പിറ്റേന്ന് എടുത്ത് കഴിക്കുമ്പോൾ ആ മീൻകറിക്ക് അതായത് എല്ലാം പാകത്തെല്ലാം ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലേ? വേണ്ട, ചൂടാക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് വറുത്തരച്ചുകൊണ്ട് ഒരിക്കലും അത് വളിക്കത്തില്ല. അപ്പം സമയം ഇപ്പോൾ ഉച്ചയോളം ആയിട്ടുണ്ട്, 2 മണിയായി. കഴിക്കണ്ടേ? ചോറ്, സാമ്പാർ, അച്ചാർ, പപ്പടം, ഉച്ചക്കത്തേക്ക് ചോറിനുള്ളതായി. നമുക്ക് കഴിക്കാം. ചോറിന് വിശക്കുന്നു. അപ്പോൾ അടുത്ത മഴ പെയ്യാൻ പോവാണ്. ഞാൻ ഓർത്ത മഴയ്ക്ക് മുമ്പ് അവിടെ ചെയ്യാലോ, പക്ഷെ നടക്കത്തില്ല, മഴ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മളെടുത്ത് അകത്ത് വെച്ചു. ഇനി നമുക്കിവിടെ കാണാതിരുന്ന് വറക്കാം. അപ്പം എബിച്ചം വന്നിട്ടുണ്ട്. എബിച്ചം വന്ന് ഇനിയിപ്പം സവാളയൊക്കെ പൊളിക്കണം. ഞാൻ അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ.
ചിക്കൻ വറക്കണം. അതിന് മുമ്പ് ഇച്ചിരി സവോളയൊക്കെ ഒന്ന് ആദ്യം വറക്കാം. വറുത്തതിന് ശേഷം വേണം ചിക്കൻ വറക്കാം. ആ എണ്ണയ്ക്കകത്ത് തന്നെ അങ്ങ് വറക്കാം. വെച്ചോ, ചോറൊക്കെ ഉണ്ടോ? ഇത് ചോറിനൊന്നും ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം. കാര്യം നാളെ കൊടുത്താൽ മതി. ഇപ്പം വൈകിട്ട് തന്നെ വറുത്ത് വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ എടുക്കാതിരിക്കാൻ രാവിലെ പിന്നെ സമയത്ത് ചിലപ്പോൾ കിട്ടത്തില്ല. അതിന് നമ്മൾ വൈകിട്ട് തന്നെ അങ്ങ് മേടിച്ച് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. രാവിലെ നമുക്ക് ഗ്രേവി റെഡിയാക്കിയിട്ട് രാവിലെ അങ്ങ് എടുക്കാം. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നോട്ട് അങ്ങോട്ട് പണി ഉണങ്ങിയേക്കാം. എന്നാ വെച്ചാ ആ പുറത്ത് തന്നെ ഉഗ്ര മഴ. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മളവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മഴ വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ? ഏതായാലും ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സവോളയൊക്കെ വറുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ചിക്കന് ഇതുപോലെ വറുത്ത്, അതായത് നമ്മൾ ഒത്തിരി ഫ്രൈ ആകാതെ ഒരു മീഡിയം രീതിയിൽ ഫ്രൈ ആക്കി വെക്കുക. ആഹാ, എന്നാ മഴയല്ലേ, ഉഗ്ര മഴ. അപ്പം ചായ വന്നു കടിയുന്നാവുള്ളൂ. ചിക്കൻ വിളമ്പ് ലാസ്റ്റത്തെ എന്നാന്നറിയോ, ഇത് രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും 9 മണിയാകുമ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമാണ്. അതായത് മാന്നാർ തിരുവല്ല മാന്നാർ വരെ കൊണ്ട് കൊടുക്കേണ്ടതാണ്. 9 മണിയാകുമ്പോൾ ഇവിടുന്ന് വിട്ടാൽ ഏകദേശം 1.25 മണിക്കൂർ വേണം. 10 മണിയാകുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ചെല്ലണ്ട. അതാണ് ഞാൻ ഇപ്പം വൈകുന്നേരം തുടങ്ങിയത്. അപ്പം നമ്മുടെ ലാസ്റ്റ് ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞു. നമ്മളെ ബിരിയാണിക്കുള്ള മസാല ഐറ്റം, അതായത് പൊടിക്കാനുള്ളതും അല്പം ചോറിനൊക്കെ ഉള്ള ഐറ്റമാണ് ഈ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടിച്ച് റെഡിയാക്കട്ടെ നാളത്തേക്കുള്ള. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി രാവിലെ 9 മണിയാകുമ്പോൾ കൊടുക്കേണ്ടതാണ്. വെളുപ്പിനെ എണ്ണിച്ച് ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം അങ്ങോട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ. ചിക്കനും വറക്കാനുള്ളതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. മസാലയുടെ പൊടിക്കങ്ങ് വെക്കാം. ഇപ്പോൾ രാവിലെ കാണാം. ഇപ്പോൾ രാവിലെ നമ്മൾ ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയാക്കി ഇനി അതൊരു ചെമ്പിൻ്റെ അകത്തോട്ട് ആക്കുകയാണ്. ഇതേപോലെ എല്ലാം നല്ല ടേസ്റ്റിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ നേരത്തെയൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് കാണിച്ചതുകൊണ്ട് ഞാൻ വിശദമായിട്ട് അതിനെ പറ്റിയൊന്നും പറയാനില്ല. പിന്നെ ഒന്ന് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. കാര്യം വേറെ ഫുഡൊന്നും ഇന്ന് ചെയ്യാനായിട്ട് സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത് ചെയ്തത്. പിന്നെ വേറെ ഇത് നമ്മൾ പണ്ട് ആദ്യകാലത്ത് ഞാൻ ബിരിയാണി പണിക്കൊക്കെ പോയോണ്ടിരുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ അവർ പറഞ്ഞാൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സമയമില്ലാത്ത സമയത്തായത് ഇത് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇടാൻ പോവാണ്. അതിന് കഴുകിയെല്ലാം വെച്ചിരിക്കുക. ഇനി കൊട്ടക്കകത്തോട്ട് വാരി വെക്കണം. അപ്പോൾ ഇതുകൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ കഴിയും. കോരി ഇങ്ങോട്ട് ഇട്ടേരെ. നമ്മൾ ബസ്മതി അരി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചെറിയ അരിയൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നീളമുള്ള അരിയാണ്. കാര്യം അവർക്കത് ആവശ്യം. ഈ നീളമുള്ള അരിയിട്ട് വേണം ചോറ് വെക്കാനായിട്ട്. വേറെ ഉണ്ട്, ഓരോരുത്തരും ഓരോ രീതിക്കാണ് ചോറൊക്കെ റെഡിയാക്കുന്നത്. അതായത് നമ്മൾ ഇവിടുത്തെ ഒരു രീതി ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഈ നീളമുള്ള അരിയിട്ട് അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച്
വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് നമുക്ക് കൊടുത്ത് റെഡിയാക്കാം. ആ അതേടാ അല്ല വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. മഴ രാവിലെ മഴയില്ലാഞ്ഞുകൊണ്ട് ഭാഗ്യം, മഴയായിരുന്നെങ്കിൽ ആ കുളമായി. ഏതായാലും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. ആ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അങ്ങോട്ടിടാം. കുറച്ച് മസാല നമ്മൾ പൊടിച്ചതിൻ്റെ ബാക്കി കുറച്ചെടുത്ത് നമ്മളതുകൂടെ ചോറിൻ്റെ കൂട്ടത്തിലും കിടാം. 3-4 ദിവസമായി അമ്പലത്തിലെ ഉത്സവമാണ്. ഇത് പൊങ്കാലയാണ്. അപ്പം അതിൻ്റെ ആ സൗണ്ട് കേട്ടോ. ചോറൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളത് കോരി ഇങ്ങനെ അങ്ങോട്ട് വെള്ളം പാരാനായിട്ട് നമ്മൾ ഈ കൊട്ടക്കകത്തോട്ട് ഇടുക. ഇതിനകത്തോട്ടിടുക. ഇന്നലെ സത്യം പയ്യ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. എല്ലാം ഓർത്താ അത് കുറച്ച് ഭാഗം വെട്ടി റെഡിയാക്കി കൊടുത്തപ്പോഴാണ് മഴ പെയ്ത്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഇവിടെ ബിരിയാണി വല്ലതും വന്നാൽ ചെയ്യല്ലേ. നമ്മളൊരു വെട്ടിയിലായിരിക്കുള്ള ബിരിയാണി നമ്മൾ ഇപ്പം വീട്ടുകളിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടുതൽ വെക്കണം. കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് എണ്ണം കൊടുക്കല്ലേ. ഈ ശകലം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചാൽ കൊടുക്കണ്ടേ. അപ്പോൾ ആ രീതി വേണം. ഇച്ചിരി എപ്പോഴും 1 കിലോ ഒക്കെ ഇച്ചിരി കൂടുതലിട്ടാലും നമുക്കത് ആവശ്യത്തിന് കൊടുക്കാം. ഇത് നമുക്ക് വെള്ളമൊക്കെ ഒരല്പം വാർന്നതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് മസാലയ്ക്കകത്ത് മതി. ഇത് മസാലയൊക്കെ അടി കിടപ്പുണ്ട് കേട്ടോ. ഇതേ ഉണ്ട്. എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് നിരത്തി ഇങ്ങനെ അവിടെ നിരത്തി അതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അല്പം എസൻസാണ്. നമ്മളൊരല്പം എസൻസൊക്കെ ഇട്ടു. അല്പം പൈനാപ്പിള്, നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നത് എല്ലാം കുറേശ്ശെ ഇത് അങ്ങോട്ട് ചേർക്കുക. ഈ വലിയ പുതിന ഒക്കെ അങ്ങോട്ട് ഇടുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് വെള്ളമെല്ലാം കോരിക്കളയാം. ഇല്ലല്ലോ അറിയില്ല. നമ്മൾ കുറച്ച് നെയ്യ് 6 kg അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ മൈദയാണ് ലാസ്റ്റ്. ഓക്കെ, നമ്മൾ മൈദയാക്കി നല്ല റെഡിയാക്കി ഒട്ടിച്ചു. നമുക്ക് ഇങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് അടുപ്പിലോട്ട് വെക്കണം. അവിച്ചാ ഇതൊന്ന് പിടിച്ചോ അവിച്ചോ. ഇരിക്കട്ടെ. ഒരു കല്ലൂടെ എടുത്ത് വെച്ച് തീയിട്ടിട്ടാട്ടെ നമുക്ക് ഇച്ചിരി കാനലൂടെ എൻ്റെ മേളോട്ടിടണം. അതിനായി വേറെ അടുപ്പ് ചെയ്താലേ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഗ്യാസിലാകുമ്പോഴത്തേക്ക് ഇതുപോലെ കനലൊന്നും ഇടാൻ പറ്റുകയില്ല. എവിച്ചാ കല്ല് വെച്ചോ എവിച്ചാ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മാക്കി ഒരു 1/2 മണിക്കൂർ സമയമുണ്ട്. 1/2 മണിക്കൂറിനാകും വില കഴിക്കട്ടെ. വില കാപ്പി വെള്ളമൊക്കെ കുടിക്കണ്ട്. അപ്പോൾ വില കഴിച്ചിട്ട് വന്നിട്ട് വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കത് കയറ്റി വിട്ടേക്കാം. അപ്പോൾ അവരോട് ബിരിയാണിയിൽ ആവശ്യമായിട്ട് ആളും മതി. അപ്പം നമ്മൾ ഓട്ടോ വന്നിട്ടുണ്ട്. ഇനി ഇത് കയറ്റിക്കൊണ്ട് പോവുക. കല്ലൊക്കെ എടുത്ത് മാറ്റാം. വണ്ടിയല്ലേ ഓട്ടോയിൽ പോകുമ്പോഴത്തേക്ക് അടിച്ചടിച്ച് ഈ അടപ്പ് തുറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്ന് ഉടക്കിയിട്ട് ചെറുതായിട്ട് അടപ്പ് പൊങ്ങി പോകാതിരിക്കാനായിട്ട് അവിടെ ചെന്ന് മരിച്ചിങ്ങിടും. അപ്പോൾ നമുക്ക് ഓട്ടോയിലോട്ട് വെക്കാം.
ആ ബേസൻ അച്ചാറ് സലാഡ് ഉണ്ട്. ആ ഇത് പപ്പടം. ആ ആ അത്രേ ഉള്ളൂ. ആ സീറ്റ് വേണം മഴക്കാൻ വളക്കണ്ട വേണ്ട. ആ എന്നാൽ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടാണ്. അതില്ല പിന്നെ വളക്കിട്ട് കാര്യം. അപ്പം വണ്ടി പോവാണ്. ഈ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരെ കൊണ്ട് ഇറക്കിക്കോളും. നമുക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അവർ വന്ന് വണ്ടിയിൽ എടുത്തോളാന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് വണ്ടിയില്ല, സമയത്ത് ചടങ്ങുകളൊക്കെ ഉള്ളതല്ലേ. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചാൽ കയറ്റി വിട്ടു. ഇനി നമുക്ക് ഈ പാത്രം എല്ലാം ഒന്ന് കഴുകണം. എല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. കാര്യം നല്ല വെയിലുണ്ടല്ലോ. ഇനിയിപ്പോൾ വണ്ടി വരുമ്പോഴത്തേക്കും കയറ്റിക്കൊണ്ട് പോയത്. അതുപോലെ ആ ഒരു ചെമ്പും വരാനുണ്ട്. അപ്പോൾ അതുകൂടെ എല്ലാം കഴുകി 4 മണിയാകുമ്പോൾ കൊണ്ട് കൊടുക്കുക. വെയിലൊക്കെ ആറിയിട്ടതിന് ശേഷം കൊണ്ട് കൊടുക്കാമല്ലേ. അപ്പോൾ ഈ പാത്രമൊക്കെ എല്ലാം ഒന്ന് കഴുകട്ടെ കേട്ടോ. ഇത് നേരത്തെ നമ്മൾ ഏറ്റ പണിയാണ്. അപ്പം 2 ദിവസം വീഡിയോ ഇല്ലായിരുന്നല്ലോ. എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ. അപ്പം അങ്ങനെ ഒരു ടൈം പാസ്സായിട്ട് കണ്ടാൽ മതി ഇത് കേട്ടോ. അങ്ങനെ കരുതാവുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ഫുഡ് കാണിച്ചിട്ട് ഇതൊക്കെയാണോ കാണിക്കുന്നത്? ഒരു ടൈം പാസ് അത്രേ ഉള്ളൂ. നേരം പോക്കിന് വേണ്ടി ഞാൻ ഇട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വേറെ കാര്യങ്ങളൊന്നുമില്ല. നാളെ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ ആയിട്ടുള്ള ഫുഡൊക്കെ പരിചയപ്പെടുത്താം കേട്ടോ. തീർച്ചയായിട്ടും ഇത് അങ്ങനെ ഒരു ടൈം പാസ്സായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് വേറെ ഐറ്റമായിട്ട് പെട്ടെന്ന് വരാം. ബൈ.